നമസ്കാരം. രാജസ്ഥാനിലെ പൊക്രാനിൽ ഫെബ്രുവരി 17-ാം തീയതി ഏറ്റവും വലിയ യുദ്ധാഭ്യാസമായ വായുശക്തി 2024 നടക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. 77 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 130 വിമാനങ്ങളാകും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുക. റഫാൽ, തേജസ്, സുഖോയ്, മിറാഷ്, ജാഗ്വർ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്കൊപ്പം തന്നെ പ്രചണ്ഡ്, രുദ്രാക്ഷ ഹെലികോപ്റ്ററുകളും ഇതിന്റെ ഭാഗമാകും എന്ന് ചീഫ് എയർ മാർഷൽ AP സിംഗ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ അഭ്യാസ പ്രകടനത്തിൽ 77 ഫൈറ്റർ ജെറ്റുകളും 41 ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉപരിതല മിസൈലുകളും ആളില്ലാ ചെറു വിമാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഭ്യാസത്തിന്റെ സമ്പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ഫെബ്രുവരി 14-ാം തീയതി തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും റഫാൽ വിമാനങ്ങളും പ്രചണ്ഡ് ഹെലികോപ്റ്ററുകളും ആദ്യമായാണ് ഈ അഭ്യാസത്തിൽ പങ്കുചേരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഉപരിതലത്തിൽ നിന്നും ആകാശത്തേക്കും തിരിച്ചും എയർ ടു എയർ യുദ്ധോപകരണങ്ങളുടെ പ്രദർശനവും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. 1954 മുതലാണ് വായുശക്തി അഭ്യാസം രാജ്യത്ത് നടന്നു വരുന്നത്. വ്യോമസേനയുടെ കരുത്തറിയിക്കുന്ന ഒരു വേദി എന്നത് മാത്രമല്ല, മറിച്ച് തദ്ദേശീയമായി നമ്മൾ വികസിപ്പിച്ചെടുത്ത യുദ്ധവിമാനങ്ങളുടെ ഒരു എക്സിബിഷൻ കൂടിയായിരിക്കും ഇവിടെ നടക്കുന്നത്. തീർച്ചയായും ഇത് മറ്റു രാജ്യങ്ങളെ ആകർഷിക്കും. നമ്മൾ സാധാരണയായി എങ്ങനെയാണോ ഒരു എക്സിബിഷനിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുന്നത്, അതുപോലെ തന്നെയാവും നമ്മുടെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളുടെ ഒക്കെ ശക്തി കണ്ട ശേഷം അതിന്റെ പ്രകടനം നിരീക്ഷിച്ച ശേഷം വലിയ കരാറുകളിലേക്കും മറ്റും കടക്കുക. അങ്ങനെ ഫെബ്രുവരി 17-ാം തീയതി ഏറെ നാളത്തെ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ഏറ്റവും വലിയ യുദ്ധാഭ്യാസമായ വായുശക്തി 2024 നടക്കാനിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.